ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ കൂടുതൽ തീവ്രമായി. ടെഹ്റാനിൽ നിന്ന് അർമേനിയയിൽ എത്തിയ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ ഇന്ന് ഡൽഹിയിൽ കൊണ്ടുവരും. 110 വിദ്യാർത്ഥികളാണ് അതിർത്തി വഴി അർമേനിയയിൽ എത്തിയത്. ഇറാനിൽ കുടുങ്ങിയ കൂടുതൽ വിദ്യാർത്ഥികളെ അയൽ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ സുരക്ഷയെ കരുതി അവരെ ഒഴിപ്പിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ തുടരുകയാണല്ലോ. അത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് SKN. ഈ പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഇന്ത്യയിൽ നിന്ന് പല വിദ്യാർത്ഥികൾ ആ രാജ്യങ്ങളിൽ പഠനത്തിനായി പോയവരുണ്ട്. അവരെല്ലാം കഴിഞ്ഞ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. അവരെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് രാജ്യത്ത് മടങ്ങി വരേണ്ട ഒരു അവസ്ഥ. നിലവിൽ ഇപ്പോഴും ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് രൂക്ഷമായതോടെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായതോടുകൂടിയാണ് ഈ നടപടികൾ ഇപ്പോൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 10,000-ഓളം ഇന്ത്യൻ പൗരന്മാർ ഇറാനിലുണ്ട് എന്നുള്ളത് ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ 6,000-ഓളം പേർ വിദ്യാർത്ഥികളാണ്. ഇതിൽ 600-ഓളം പേരെ കോമിലെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുകൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്നലെ ഉർമിയ യൂണിവേഴ്സിറ്റിയിലെ 110 വിദ്യാർത്ഥികൾ, ഏകദേശം 110-ഓളം വിദ്യാർത്ഥികളെയാണ് സുരക്ഷിത അതിർത്തി കടത്തി സുരക്ഷിതമായി അർമേനിയയിലേക്ക് എത്തിച്ചത്. ആ വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക വിമാനം ഇതിനു വേണ്ടി തയ്യാറാക്കിയായിരിക്കും ഒരു പക്ഷേ വിദ്യാർത്ഥികളെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നിലവിൽ ഈ ഇറാനിൽ നിന്ന് എല്ലാവരോടും ഇന്ത്യൻ പൗരന്മാരോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം അവിടുത്തെ ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിലും ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇന്ത്യൻ പൗരന്മാർ അവിടെ ടെൽ അവീവിലെ എംബസിയുമായി ബന്ധപ്പെടണം, അവിടെ വിവരങ്ങൾ കൃത്യമായി കൈമാറണം എന്നുള്ളതാണ്. അതായത് ഇരു രാജ്യങ്ങളിലെയും സാഹചര്യങ്ങൾ അത് പൗരന്മാരുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്ക് മാറിയതോടുകൂടിയാണ് ഈ നടപടികൾ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ സാഹചര്യങ്ങൾ നിലവിൽ രണ്ട് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസി നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം ഇന്ത്യൻ എംബസി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതാണ് അറിയിക്കുന്നത്. SKN. ഓക്കെ, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുട്ടികളെ വേഗം ഒഴിപ്പിച്ചുകൊണ്ട് വരട്ടെ, കാരണം അവരുടെ സുരക്ഷ നമുക്ക് വളരെ പ്രധാനമാണ്. റഹ്മത്ത് പറയുന്നു, എല്ലാം USA കച്ചവട തന്ത്രം മാത്രമാണ്. ഈ ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുകയും ഈ ആയുധ കച്ചവടക്കാരായ രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. കാരണം അവരുണ്ടാക്കിയ ആയുധങ്ങളൊക്കെ കാലഹരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് മാർക്കറ്റിൽ വിറ്റുപോകണമെങ്കിൽ ഇതേപോലെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകണം. ഒരു യുദ്ധത്തിലും ആരും വിജയിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധം ആളുകളെ പരാജയപ്പെടുത്തും. മാത്രമല്ല, ഇത്രയും കാലം നമ്മുടെ സംസ്കാരവും നമ്മുടെ വികസനവും നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ചുട്ട് ചാമ്പലാക്കാൻ ഒരു യുദ്ധത്തിന് കഴിയും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുക.